ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമയം, സമ്പത്ത്, മഹത്വം, ഇത് മൂന്നും തമ്പുരാൻ്റേതാണ്. അപ്പം തമ്പുരാൻ്റെ പാദപീഠത്തിൽ നമ്മുടെ സമയവും സമ്പത്തും മഹത്വവും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ തമ്പുരാൻ മഹത്വം എടുക്കാനായിട്ട് നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, ഒത്തിരി ആളുകൾ വിഷമിക്കുന്ന മേഖലയാണ് കടബാധ്യതകൾ, പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടണം. അതിനുവേണ്ടി ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാഷകൻ 11:21 ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. എത്ര സമയം? ഒരു നിമിഷം മതി. എത്രയോ സംഭവങ്ങൾ, എത്രയോ സാക്ഷ്യങ്ങൾ, എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയാമോ? അതുപോലെ ഹഗ്ഗായി 2:7 അവിടെ പറയുന്നത് എന്താണ്? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധികൾ ഇങ്ങോട്ട് വരും, ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഭാവി മാറ്റമുള്ളതാകും. വിശ്വസിക്കുക, ദൈവത്തിന് ഇടപെടാൻ സാധിക്കും, അത്ഭുതങ്ങൾ നടക്കും. പുതിയ സാമ്പത്തിക